ആഹാരത്തിലുപരി. അപ്പൊ വചനം ധ്യാനിക്കുന്നില്ല, വചനം വായിച്ച് ആ വചനങ്ങൾ ബൈഹാർട്ടാക്കുന്നില്ല. അതുകൊണ്ട് വചനം നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് വിശാൻ അറിയാം. ഇവിടെ വചനമില്ല, ഇവിടെ ഇപ്പൊ ഇപ്പോൾ ഈശോയുടെ വചനം. പക്ഷെ ചില അഭിഷക്തരുടെ പോയാൽ പറയുന്നത് വരാൻ പറയും. എഴുതിയിരിക്കുന്നുണ്ടോ വചനം കണ്ടോ പറയും. അപ്പൊ കുഞ്ഞു ഉറപ്പാണ്. അതുകൊണ്ട് പറയണം. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം മുഴുവനും വാ നിറച്ച് ആമേ വാചനം കൂടെ നടക്കണം. വായിക്കുന്ന ചില വചനങ്ങളുടെ ഭയക്കണം. അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിലെ നിറച്ചിട്ടൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ ആത്മതലം മാറും. ആമേ വികാരങ്ങളാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും അത് ഉപയോഗിക്കുന്നില്ല. അപ്പൊ ആ ഘട്ടത്തിൽ നമ്മൾ വരുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഈ അനുഗ്രഹത്തിന്റെ വാക്യങ്ങൾ പിതാക്കന്മാർ സ്ഥാപിച്ചെടുത്തത് ദൈവം അവരെ അനുഗ്രഹിച്ചത് എബ്ബേസിനറിയാം. അവൻ ജ്ഞാനത്തോട് പ്രാർത്ഥിച്ചു, ശ്രദ്ധയോട് പ്രാർത്ഥിച്ചു. ഒന്ന്, എന്നെ നീ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടത്തില്ല. കാരണം എന്റെ പിതാക്കന്മാരെ അനുഗ്രഹിച്ച ചരിത്രം എനിക്കുണ്ട്. എന്റെ പുസ്തകത്തിൽ തന്നെ അത് ഞാൻ കണ്ടു വായിച്ചിരിക്കുന്ന എന്റെ കയ്യിലെ വാക്യമുണ്ട്. അങ്ങനെ ഞാനത് വിശ്വസിക്കുന്നു. എന്നെ അനുഗ്രഹിച്ചേ മതിയാകും. ന്യൂ ടെസ്റ്റ്മെന്റ് വരാം. 1 പത്രോസ് 3:9 എടുക്കാം. 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം അല്ലേ? ദൈവമക്കളെ, ദോഷത്തിന് പകരം ദോഷവും സകാലത്തിന് പകരം സകാലം ചെയ്യാതെ കണ്ടോ ഈ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ നമ്മെ അനുഗ്രഹിച്ച ക്രിസ്തുയേശുവിനാൽ അല്ലെ? സ്വർഗത്തിലെ ഒന്നല്ല സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ക്രിസ്തുവിനാൽ. കേട്ടോ, അപ്പോ അനുഗ്രഹം നമുക്കുള്ളതാണ്. നമ്മൾ അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണമാവേ. അങ്ങനെ നമ്മുടെ വിശ്വാസം എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. അങ്ങനെ ഇന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പോരാടി പ്രാർത്ഥിക്കണം. ഞാൻ അവകാശിയാണ് കർത്താവേ. പിതാക്കന്മാർ അനുഗ്രഹിച്ചത് വചനം എഴുതിയിരിക്കുന്നു. അത് എന്റെ മക്കൾ ഇരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. വചനത്തിൽ വിശ്വസിക്കുകയും തുടക്കുകയും ചെയ്ത് വിശ്വാസം വേണം. അധൈര്യം പാടില്ല. ധൈര്യത്തോടെ പറയണം, കർത്താവേ നീ എന്റെ മക്കൾ തന്നിട്ടുണ്ട്, തന്നേ മതിയാവും. പക്ഷെ ഈ അതാണ് ആ പ്രാതലിൽ നമ്മൾ വേണം മക്കളെ. ഇതിലൊന്നും പേരോട് മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ വചനം എടുത്തുകൊണ്ട് ഏറ്റവും വിശ്വസിച്ചുകൊണ്ട് ആ വചനത്തിൽ ഉറയ്ക്കണം. എഴുതിയിരിക്കുന്നല്ലോ. അമ്മേ, ഇവിടെ എന്താ പത്രത്തിൽ എന്താ എഴുതിയിരിക്കുന്ന? ദോഷവും സകാലവും പകരം ചെയ്യാതെ. കേട്ടോ, ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് ഈ രണ്ട് കാര്യം. ഏത് രണ്ട് കാര്യം? ഒന്ന് ഇന്ന് എല്ലാവരും ദോഷത്തിന് പകരം ദോഷം ചെയ്യുന്നു. ഇത് ആത്മീയപ്പെടുന്ന കാര്യമാണ്. രണ്ടാമത്, ആരെങ്കിലും സഹായിച്ച അതേ സഹായിക്കുന്ന ഒരു ദുരാത്മാവ് സഭയ്ക്കകത്ത് പല അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരിച്ചറിയുക. ഈ രണ്ട് കാര്യം മുഖാന്തരം ദൈവത്തിന്റെ യഥാർത്ഥ അനുഗ്രഹം മുടങ്ങുന്നു. അതുകൊണ്ടാണ് കർത്താവ് അടുത്ത വാക്യം പറയുന്നതിന് മുമ്പേ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് ഈ രണ്ട് കാര്യം ആഡ് ചെയ്യുന്നത്? ഇതൊരു വാക്യമല്ല, ഇത് ഒറ്റ വാക്യത്തിനകത്ത് കിടക്കുന്ന കാര്യമാണ് അല്ലെ? അപ്പോ നാം മനസ്സിലാക്കേണ്ടത് ഈ അടുത്ത കാര്യം സംഭവിക്കണമെങ്കിൽ ഈ രണ്ട് കാര്യത്തിൽ നമ്മൾ കിടക്കണം. ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും അത് മറഞ്ഞ ഒരു കാര്യമാണ്. ഞാൻ വെളിപ്പെടുത്തണമേ, നിങ്ങളെ ഞാൻ അനുഗ്രഹം അനുഭവം വിളിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ബന്ധത്തില് ആ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുന്നില്ല. കാരണം നിങ്ങൾ ആരും ദോഷം ചെയ്ത അതേപോലെ ദോഷത്തിന്റെ ലെവൽ അവിടെ കാണുന്നു. പ്രാർത്ഥനകൾ അങ്ങനെ വരുന്നു, അങ്ങനെ വരുന്നു, എല്ലാം കൂടെ അങ്ങനെ വരുന്നു. ഇനി ആരെയും സഹായിച്ച ഇവിടെ അടിച്ച് ഇവിടെ കാണിക്കുന്നത് തിരിച്ച് സഹായിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. സംഭവിക്കുന്നു, യഥാർത്ഥത്തിൽ നമ്മെ വിളിക്കത്തവണ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുന്നില്ല. അല്ലെ സിസ്റ്റർ?